ആരോഗ്യവകുപ്പിന്റെ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ഒരു മാസം കൊണ്ട് 13 ലക്ഷത്തിലധികം സ്ത്രീകൾ സ്ക്രീനിങ്ങിന് വിധേയമായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സർവിക്കൽ ക്യാൻസറാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയവ ജില്ലാ ആശുപത്രികളിലും ഏർപ്പെടുത്തിയെന്ന് മന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫെബ്രുവരി 4-ാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ആഗോള പൊതുജനാരോഗ്യ ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ജനകീയമായ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. സർ, 12 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഇത്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിട്ടിരിക്കുന്ന ഈ ക്യാമ്പയിൻ്റെ ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്കായിട്ട് നമ്മൾ സമർപ്പിച്ചിരുന്നു. സർ, ഈ ആദ്യത്തെ ഒരു മാസം ഇതുവരെ സ്ക്രീൻ ചെയ്ത സ്ത്രീകളുടെ എണ്ണം 13,74,662 സർ. സർ, ഇതൊരു ചരിത്രമാണ്. ഇതുവരെ പരിശോധനകൾ, അതിന് ശേഷം തുടർ പരിശോധന ആവശ്യമുള്ളവർക്ക് അത് നടത്തുന്നുണ്ട്. ഇതുവരെ പരിശോധന നടത്തിയവരിൽ 120 പുതിയ ക്യാൻസർ പേഷ്യൻസിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, കീമോതെറാപ്പിയും റേഡിയേഷനും ഉൾപ്പെടെയുള്ളവ ജില്ലാതലത്തിലേക്ക് കൂടി, ജില്ലാ ആശുപത്രികളിലേക്ക് കൂടി വികേന്ദ്രീകരിച്ചിട്ടുണ്ട്. പുതിയ ചികിത്സാ സംവിധാനങ്ങൾ CCRCയിലും RCCയിലും MCCയിലും ഉൾപ്പെടെ നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഒരു അംഗീകാരം അടുത്തിടെ RCCക്ക് ലഭിച്ചിരുന്നു. സർ.